Issue of debentures problem number 4 ചെയ്യുന്നു. Y Limited took over assets worth ₹5 lakh and liabilities of ₹1,34,000 of M Traders Limited M Traders for the purchase consideration of ₹3,96,000. 3,96,000 രൂപയുടെ കൺസിഡറേഷന് വൈ ലിമിറ്റഡ് ട്രേഡേഴ്സിൽ നിന്നും എം ട്രേഡേഴ്സിൽ നിന്നും 5 ലക്ഷം രൂപയുടെ അസറ്റ്സും 1,34,000 രൂപയുടെ ലൈബിലിറ്റീസ് ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ 5 ലക്ഷം, ടു ലൈബിലിറ്റീസ് 1,34,000, ടു എം ട്രേഡേഴ്സ് പറഞ്ഞിട്ട് 3,96,000. അപ്പോൾ 3,96,000 1,34,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 5 lakhനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും വരിക. ഓക്കെ, വൈ ലിമിറ്റഡ് പെയ്ഡ് ദ പർച്ചേസ് കൺസെഷൻ ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ് ഓഫ് 100 days. 100 രൂപയുടെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗിവ് ജേർണൽസ് ഇൻ ദ ബുക്സ് ഓഫ് എം ട്രേഡേഴ്സ് ലിമിറ്റഡ്. M Traders, okay, TRADERS, M Traders അല്ല, വൈ ലിമിറ്റഡ് അല്ലേ, വൈ ലിമിറ്റഡിൻ്റെ ബുക്കിൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എം ട്രേഡേഴ്സ് അല്ല, വൈ ലിമിറ്റഡ് തന്നെയാണ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. വാങ്ങുന്ന കമ്പനി വൈ ലിമിറ്റഡ് ആണല്ലോ. വൈ ലിമിറ്റഡ് അസ്യൂമിങ് ദാറ്റ് ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം ആൻഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. 10% പ്രീമിയത്തിനും 10% ഡിസ്കൗണ്ടിനും ഇഷ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ നമ്പർ 4 റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. എന്തായാലും അസറ്റ് വാങ്ങുന്ന എൻട്രി നമ്മൾ എന്തായാലും എഴുതേണ്ടത് അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ലയബിലിറ്റീസ് ടു എം ട്രേഡേഴ്സ്. ഇതാണ് നമുക്ക് എൻട്രി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസറ്റ്സിൻ്റെ വില 5 ലക്ഷം, 1,34,000. അപ്പോൾ സെൻട്രി അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ 5 ലക്ഷം എന്ന് എഴുതി. ടു ലയബിലിറ്റീസാണ് ആദ്യം നമുക്ക് എഴുതേണ്ടത്, 1,34,000. ഓക്കെ, ദെൻ ടു എം ട്രേഡേഴ്സ് എത്രയാണ്? 3,96,000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ, വാങ്ങുന്ന അസറ്റിൻ്റെ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്തായാലും നഷ്ടമായിരിക്കും വരിക. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് 3,96,000 ആണെങ്കിൽ, 3,96,000 ആണെങ്കിലും 1,34,000 രൂപയുടെ ലൈബിലിറ്റിയും കൂടി എത്രക്കുണ്ട്. അപ്പോൾ 3,96,000 പ്ലസ് പിന്നീട് കൊടുക്കേണ്ട എമൗണ്ട് 1,34,000 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 5,30,000 വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ 30,000 രൂപയുടെ കുറവ് വരുന്നുണ്ട് അസറ്റ്സിൽ. ആ 30,000 രൂപ കുറവ് നമ്മൾ ബാലൻസ് ഫിഗറായിട്ട് ഗുഡ്വില്ലായിട്ട് എഴുതും. ഗുഡ്വിൽ. അപ്പോൾ വാങ്ങുന്ന കമ്പനിയായ വൈ ലിമിറ്റഡിന് നഷ്ടം വരുന്നു, 30,000 രൂപ നഷ്ടം വരുന്നു. ഓക്കെ, ദെൻ അടുത്തത് നമ്മളതിന് 10% പ്രീമിയത്തിന് എം ട്രേഡേഴ്സിൻ്റെ അത് കൊടുക്കുന്നു. 3,96,000. 3,96,000 കൊടുക്കേണ്ടത്. 3,96,000 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 110 രൂപയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ 3,96,000 ഇൻറ്റു 100/110. 110 എവിടെ നിന്ന് കിട്ടി? അതിൻ്റെ പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് കേട്ടോ. അപ്പോൾ 3,60,000 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. 3,60,000. 3,60,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 36,000. അപ്പോൾ 3,60,000 36,000 കൂട്ടുമ്പോൾ എത്ര വരും? പ്ലസ് 36,000. അപ്പോൾ 3,96,000 വരുന്നു. അപ്പോൾ 3,96,000 രൂപ എം ട്രേഡേഴ്സിന് കൊടുക്കുന്നു. അത് ഡിബെഞ്ചേഴ്സ് ആയിട്ടാണ് കൊടുക്കുക. 3,60,000 ഡിബെഞ്ചേഴ്സ് കൊടുക്കും, പ്രീമിയത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ 36,000 വരും. ഇഷ്യൂ ഡിബെഞ്ചേഴ്സ് ഓഫ് 100 days അറ്റ് പ്രീമിയം 10%. ഓക്കെ, ഇനി രണ്ടാമത്തത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് വെൻ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പതിവ് പോലെ സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ എത്രയാണ്? 5 lakh അവിടെ എഴുതാം. 5 lakh. ഓക്കെ, 5 lakh എഴുതാം. ഗുഡ്വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. 1,36,000. 1,34,000 3,96,000. 1,34,000. ഓക്കെ, ലൈബിലിറ്റിയിൽ 1,34,000. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 3,96,000. 134,000 3,96,000 ആണ്. ആദ്യത്തെ രണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. പർച്ചേസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് നമുക്ക് അതിൽ എൻ്റർ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 3,96,000 പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട്. അതങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് 90% 10% ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ അതുതന്നെ 3,96,000 എന്ന് പറയുമ്പോൾ 3,96,000 എന്ന് പറയുമ്പോൾ അത് 10% ഡിസ്കൗണ്ട് കഴിച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും.
അതായത് 3,96,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 39,600 ഡിസ്കൗണ്ട് പോകും. അപ്പോൾ പിന്നെ ട്രേഡേഴ്സിന് അത്രയും കിട്ടില്ല. ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ 3,96,000 വരണം. ഓക്കെ, അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 10% ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ 90% ബാക്കിയുള്ള എമൗണ്ട് വരാം. അപ്പോൾ ഈ 3,96,000 എന്നുള്ളത് 3,96,000 എന്നുള്ളത് 90% നമ്മൾ എടുക്കണം. അപ്പോൾ ബൈ ഇൻറ്റു 100/90 ചെയ്യാം. ഇൻറ്റു 100/90. ഓക്കെ, ഇൻറ്റു 100/90. ഇൻറ്റു 100/90 ചെയ്യുമ്പോൾ 4,40,000 വരും. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് 4,40,000. അപ്പോൾ 4,40,000 ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് 4,40,000 4,40,000 10% എത്ര വരും? 4,40,000 10% 44,000 വരും. ഓക്കെ, 44,000. ഈ 44,000ഉം 3,96,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 3,96,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4,40,000. അപ്പോൾ 4,40,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താലാണ് ട്രേഡേഴ്സിന് 3,96,000 രൂപയുടെ ഡിബഞ്ചർ കൈ കിട്ടുള്ളൂ. കാരണം ഡിസ്കൗണ്ട് ട്രേഡേഴ്സ് സഹിക്കേണ്ട കാര്യമില്ല. അത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ് സഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആരാ? വൈ ലിമിറ്റഡ്. അപ്പോൾ വൈ ലിമിറ്റഡ് 4,40,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താലാണ് ലിമിറ്റഡിന് ഡിസ്കൗണ്ട് കഴിച്ച് 3,96,000 രൂപ വരാം. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇത് ഷെയറിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ എന്ത് വരും? ട്രേഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ ഈ എൻട്രിയിലൊന്നും മാറ്റില്ല. അതായത് ഇവിടെ നമുക്ക് ഈ ചോദ്യം നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റും. അങ്ങനെ വൈ ലിമിറ്റഡ് ടുക്ക് ഓവർ ദ അസറ്റ്സ് ആൻഡ് വർത്ത് ₹5 lakh ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ₹3,34,000 ഓഫ് ഫാമിലി ട്രേഡേഴ്സ് ഫോർ ദ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് ₹3,96,000. വൈ ലിമിറ്റഡ് പെയ്ഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഓഫ് ₹100 each. 100 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഈ വ്യത്യാസം മാത്രമല്ല, ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതിന് വരായിട്ട് ഇഷ്യൂയിങ് ഷെയർസിനാക്കി മാറ്റാം. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇത് ഷെയർ ആയാലും ഡിബഞ്ചർ ആയാലും ചെയ്യുന്ന കാര്യം സെയിം ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതേണ്ടി വരും? ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു. ബാക്കിയൊക്കെ സെയിം ആയിട്ട് വരും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.